ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളേറ്റ് കണ്ണൂർ ഫേമസ് അവൽ ഇസ്തിരിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അവലും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ വറുക്കാത്ത അവലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷേവ് ചേർത്ത് കൊടുക്കാം. ഇതിന് മഞ്ഞ മിച്ചറെന്നും പറയും. ഇത് നിർബന്ധമായിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് റോബസ്റ്റ് പഴമാണ്. ഞാനിവിടെ 2 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് നേരിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുത്തിട്ട് ഈ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് ഇവിടെ പ്രത്യേക അളവൊന്നുമില്ല. ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാൻ. പിന്നെ പാലിന് ചൂട് കൂടരുത്, ചെറിയൊരു ചൂടേ പാടുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ അവൽ ഇസ്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ.